ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജോർജ്, പാലക്കാട് രൂപത തച്ചമ്പാറ ഇടവാങ്ങാണ്. ഇത് എൻ്റെ ജീവിത പങ്കാളിയാണ്. എൻ്റെ ജീവിത പങ്കാളി 2023 ജനുവരി 1 തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ തൊണ്ടയ്ക്ക് സൗണ്ടില്ലായിരുന്നു, വായിൽ നിന്ന് ഭയങ്കര ദുർഗന്ധം വരുമായിരുന്നു. പക്ഷേ ഒരു 30 ദിവസത്തിനകം എൻ്റെ ആ അസുഖം മാറുകയും ആ സ്മെല്ലെല്ലാം മാറുകയും എൻ്റെ തൊണ്ട ക്ലിയർ ആവുകയും ചെയ്തു. ഇന്നത്തെ ഇപ്പോൾ സൗണ്ട് മാറ്റം അട്ടപ്പാടിയിൽ നിന്ന് വരുന്നത് കാറ്റടിച്ച് വന്നു തന്നെയാണ് തൊണ്ടയ്ക്ക് ചെറിയ സൗണ്ട് വ്യത്യാസം. ഞങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ, നിരവധിയായ അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിന്. പക്ഷേ അതിൽ ചിലത് മാത്രം ഇവിടെ പറയുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ തൊണ്ട ശരിയായത്, ഞാനൊരു കർഷകനാണ്. ഞങ്ങളുടെ പറമ്പിൽ ഭയങ്കര കുരങ്ങ ശല്യവും പന്നി ശല്യമായിരുന്നു. എന്ത് വെച്ചാലും ഒരു സാധനവും ഞങ്ങൾക്ക് കിട്ടുകയില്ല. വാഴക്കൊലയാണെങ്കിൽ കൊലയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എല്ലാം ഒന്ന് കളയും, മൂക്കുവോളം എല്ലാം കളഞ്ഞുകൊണ്ടിരിക്കും. എന്ത് സാധനം ഏലം അതുപോലെ തന്നെ. പക്ഷേ ഇവിടുന്ന് തന്ന് വെഞ്ചരിച്ച ഉപ്പും ഇട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പറമ്പിൽ വിതറി പ്രാർത്ഥിച്ചതിന് ശേഷം 3 കൊല്ലമായിട്ട് കുരങ്ങിൻ്റെയോ പന്നിയുടെയോ യാതൊരുവിധ ശല്യങ്ങളുമില്ല. ഞങ്ങൾ കൃഷി നന്നായിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അടുത്തത്, എനിക്കൊരു കുരുമുളക് ഐറ്റത്തിന് പേറ്റൻ്റുണ്ട്, അതിന് നാഷണൽ അവാർഡും ഉണ്ട്. 2019 കിട്ടിയതാണ്. എങ്കിലും 22 വരെ ഞങ്ങൾക്ക് ഇന്ന് തൈകൾ വിൽക്കാനോ ഞങ്ങൾ എത്ര ഉൽപ്പാദിച്ചാലും നേരായി കിട്ടിക്കൊണ്ടിരുന്നില്ല. ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം അതിൻ്റെ ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നന്നായി തൈകളുണ്ടാകുകയും അത് വിതരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ബാക്കി അനുഭവങ്ങളെല്ലാം എൻ്റെ ജീവിത പങ്കാളി സാക്ഷ്യപ്പെടുത്തുന്നതാണ്. ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ 2-ാം ദിവസം ഞാൻ വളരെ വിഷമത്തിലാണ് ഇവിടെ വന്ന് 2022 ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് 2-ാം ദിവസം ഞാൻ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരു ശബ്ദം കേൾക്കുവാണ്, ഒരു സ്ത്രീ ശബ്ദം. യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ഏത് കാര്യത്തിനാണോ വിഷമിച്ചിരുന്നത് ആ കാര്യത്തെക്കുറിച്ച് ഒരു കൊച്ചിവിടെ നിന്ന് സാക്ഷ്യം പറയുന്നതാണ്. ആ സാക്ഷ്യം പിന്നീട് ഞാൻ നോക്കിയിട്ട് ഒരിക്കലും അത് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ 2 പ്രാവശ്യവും എനിക്ക് നല്ല സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച്, ആ വിഷയത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് ഇപ്പോൾ സാധിക്കില്ല, കാരണം അതിൻ്റെ ആൾ കൂടെ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ രണ്ടാമത് ഞാൻ പറയുന്നത്, ഈ സഹോദരി ഞങ്ങളുടെ അയൽവാസിയാണ്. ഈ സഹോദരിക്ക് ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞിട്ട് ഡോക്ടറുടെ അടുത്ത് പോയി മരുന്നൊക്കെ കഴിച്ചെങ്കിലും എഴുന്നേറ്റ് നടക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഭക്ഷണമൊന്നും കഴിക്കാതെ കുറേ ദിവസങ്ങളായിട്ട് കിടപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി ഉപ്പെടുത്ത് കൊടുത്ത് ഭക്ഷണത്തിലിട്ട് കഴിക്കാൻ പറഞ്ഞു, വെള്ളത്തിലിട്ട് കുടിക്കാൻ പറഞ്ഞു. ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തൊട്ട് ഭക്ഷണം കഴിക്കാനും എഴുന്നേറ്റ് നടക്കാനും ഇപ്പം നല്ല ഉഷാറായിട്ട് പണിക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത്, ജില്ലാ ആശുപത്രികളിലൊക്കെ രോഗികളെ കാണാൻ പോവുകയും ഗവൺമെൻറ് ആശുപത്രികളിലും പോയി അവിടെ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഞങ്ങളെ കഴിയാൻ അവർക്ക് സാമ്പത്തികമായിട്ടും സഹായിക്കും. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു മാനസിക അസ്വസ്ഥതകളുള്ള കുറച്ച് അപ്പച്ചന്മാരുണ്ട്. അവർക്ക് ഭക്ഷണം മാസത്തിൽ 2 പ്രാവശ്യം ഞാൻ തന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഇതുവരെ തുടർന്നു പോകുന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പേപ്പർ ചില മാസങ്ങളിൽ ഞാൻ 10 കെട്ടൊക്കെ വീതം കൊണ്ടുപോകും. എന്നിട്ട് എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കും. വീടുകളിൽ കൊടുക്കും, ഓട്ടോ സ്റ്റാൻഡിൽ, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ കൊടുക്കും. അതും ഞാൻ പ്രാർത്ഥിച്ച് തൈലം കൊണ്ട് കുരിശ് വരച്ചൊക്കെയാണ് കൊടുക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത്. ആവശ്യമുള്ളവരുടെ മാത്രം കൈകളിലെത്തണം എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കാറ്. ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും യേശുവിനും 1000 നന്ദി ഞങ്ങൾ പറയുന്നു. റൂത്ത് 2:12 നിൻ്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ജിജി ജോർജ് എന്ന ഈ സഹോദരൻ കുടുംബവും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ കുടുംബത്തിന് ലഭിച്ച വിവിധ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണ്. അതിലൊന്ന് ഉടമ്പടി ഉപ്പ് തങ്ങളുടെ പുരയിടത്തിൽ വിതറിയതിലൂടെ ക്ഷുദ്രജീവികളുടെ ശല്യം, കുരങ്ങ്, പന്നി എന്നിവയുടെ ശല്യം പൂർണ്ണമായി മാറി
വീടും പരിസരവും സുരക്ഷിതമായതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. മറ്റൊന്ന്, ദേശീയ പേറ്റൻ്റുള്ള കുരുമുളകിൻ്റെ ഒരു പ്രത്യേക ഇനത്തിന് പേറ്റൻ്റുള്ള സഹോദരനാണ്. എന്നാൽ അതിൻ്റെ കുടികൾ വിൽക്കുവാനോ മറ്റുള്ളവർക്ക് വളർത്തുവാൻ കൊടുക്കുവാനോ ഒന്നും പറ്റാതെ അത് നിയമക്കുരുക്കിലിങ്ങനെ കിടക്കുകയായിരുന്നു. അതും സഹോദരൻ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് വിതറി ആ വിഷയങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടി നിയോഗം സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് അനുവദിച്ച് കിട്ടുകയും വളരെ നല്ല രീതിയിൽ അത് മറ്റുള്ളവർക്ക് നൽകുവാനുള്ള വഴികൾ തുറന്നു കിട്ടിയതിനെയാണ് മകൻ സാക്ഷ്യപ്പെടുത്തിയത്. അതുപോലെ തന്നെ ജീവിത പങ്കാളി മറ്റോരോരുത്തർക്കും കിട്ടിയ ജീവിതാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ ഓരോ നേർച്ചവസ്തുവും ദൈവശക്തി നിറച്ച് നമുക്ക് കൈമാറുന്നതാണ്. ഓരോ ബലിയർപ്പണത്തിന് ശേഷവും ജോസഫ് അച്ഛൻ ഉടമ്പടി നേർച്ചവസ്തുക്കളെ ആശീർവദിക്കുന്നുണ്ട്. നാം ഇവിടെ ഉടമ്പടിയിൽ എഴുതി സമർപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ആ ഓരോ നിയോഗവും ദൈവസന്നിധിയിൽ എത്തിച്ചേർന്ന് നമുക്കത് അനുഗ്രഹമായി മാറുന്നതുവരെയും അമ്മയുടെ കരങ്ങളിൽ നിരന്തരം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നാം ഉപയോഗിക്കുകയോ ധരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന ഓരോ നേർച്ചവസ്തുവും അതിൽ തന്നെ നമുക്ക് അനുഗ്രഹത്തിന്, സൗഖ്യത്തിന്, ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കാരണമായി തീരുന്നതിന് വേണ്ടി ദൈവശക്തി ഇറങ്ങി വന്ന് നിറയുന്നതിന്, ദൈവസ്നേഹത്താൽ നാം അത് ഉപയോഗിക്കുമ്പോൾ, വിശ്വാസത്തോടെ നാം ഉപയോഗിക്കുമ്പോൾ നമുക്കത് ഫലമാകുന്നതിന് വേണ്ടിയാണ് അവ കൈമാറുന്നത്. അതുകൊണ്ട് ഏതൊരു നേർച്ചവസ്തുവും നാം എടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഓർക്കണമേ, നമ്മുടെ വിശ്വാസം അത് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിത് എന്തായി തീരണമോ, എങ്ങനെയായി തീരണമോ, അതിൽ നാം അർപ്പിക്കുന്ന സംശയമില്ലാത്ത വിശ്വാസമാണ് അത് അനുഗ്രഹത്തിന് നമുക്ക് കാരണമായി തീരുക. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നതും അമ്മ മാതാവും തിരുക്കുമാരനും ഈ കുടുംബത്തിന് നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.